ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വാർത്തകൾ പ്രകാരം പല ഘടകകക്ഷികളും ഇടതുമുന്നണി വിട്ട് പുറത്തു പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇനിയൊരു കാലഘട്ടം ഉണ്ടാകുമ്പോൾ അതിൽ ഇടതുപക്ഷത്തിന് കരുത്താർജിക്കാൻ കഴിയുമോ, ഭരണപക്ഷ വിരുദ്ധ വികാരം ഒരു തരത്തിൽ കേരളത്തിൽ അലയടിക്കുമോ എന്നുള്ള സംശയങ്ങളാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ ഉണ്ടായിരിക്കുന്നത്. അതിലൊന്നാമതായി പറയുന്നത് UDF നിന്നും വിപ്ലവകരമായ വിടവാങ്ങൽ നടത്തി പുറത്തിറങ്ങിയ കേരള കോൺഗ്രസ് എം മാണി വിഭാഗം അത് തിരിച്ചു വീണ്ടും UDF തന്നെ പോകുന്നു, ഇടതുപക്ഷത്തെ വെറുക്കുന്നു. പലതരത്തിലുള്ള പിടലപ്പിണക്കങ്ങൾ ഇനിയും കാണേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജ്യസഭാ സീറ്റിനെ ചൊല്ലി തന്നെയാണ് ഇടതുമുന്നണിയിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നത്. കിറാമുട്ടിയായി ഈ സീറ്റ് മാറിയിരിക്കുന്നു. അതിൽ കേരള കോൺഗ്രസ് എം മാത്രമല്ല, നിരവധി ഘടകകക്ഷികൾ പിന്നാലെ ക്യൂ നിൽക്കുകയാണ് എന്നുള്ള വാർത്തയാണ് ഇടതുപക്ഷത്തെ LDF വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേരള കോൺഗ്രസ് എം മുന്നണി വിടുമോ എന്ന ചർച്ച സജീവമായിരിക്കുന്നത്. ഇടതുമുന്നണിയുടെ രാജ്യസഭാ സീറ്റിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് CPIയും കേരള കോൺഗ്രസ് എമ്മും രംഗത്ത് വന്നു. എന്നാൽ അതിന് പിന്നാലെ സീറ്റ് ആവശ്യപ്പെട്ട് RJDയും ഏറ്റവും ഒടുവിലായി NCPയും ക്യൂ നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയ വാശിയോടുകൂടി തന്നെയാണ് CPIയും RJDയും ഏറ്റവും ഒടുവിൽ NCPയും നിലകൊള്ളുന്നത്. തങ്ങൾക്കും വളരെ തുല്യമായ അവകാശമുണ്ടെന്നും ഒരു കാരണവശാലും തങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ള നിലപാടുമാണ് ഇവർ പങ്കുവെക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിച്ചുകൊണ്ടുള്ള UDF വരവേറ്റുകൊണ്ടുള്ള ഒരു മുഖപ്രസംഗം വന്നതോടെ, കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിൽ തന്നെ അത് പ്രസിദ്ധീകരിച്ചതോടെ വലിയ തോതിൽ അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ്. എന്നാൽ അങ്ങനെയൊന്നുമില്ല എന്ന് തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നെങ്കിൽ പോലും പരോക്ഷമായി അങ്ങനെ ചില ചർച്ചകൾ നടക്കുന്നുവെന്ന് വേണം കരുതാൻ. ജോസ് കെ മാണിയെ വിമർശിക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന മുഖപ്രസംഗമാണെങ്കിൽ പോലും ഫലത്തിൽ അത് ഒരു ക്ഷണമായി തന്നെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതവർക്ക് അനുകൂലമായ ഒരു ഘടകമായും വിലയിരുത്തുന്നുണ്ട്. ഇനി വലിയ എതിരാളികളായി മുന്നിൽ നിൽക്കുന്ന CPIയും അതുപോലെ തന്നെ RJDയും. RJDയുടെ നീക്കമെന്ന് പറയുമ്പോൾ ശക്തമായ രീതിയിൽ തന്നെയാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. MV ശ്രേയാസ് കുമാറിനെ വീണ്ടും രാജ്യസഭയിൽ എത്തിക്കാനുള്ള ലക്ഷ്യം തന്നെയാണ് RJD നടത്തുന്നത്. അടുത്ത LDF യോഗത്തിൽ ഈ സീറ്റിനെ ചൊല്ലി ഒരു വലിയ തർക്കം കാണാം. ആ സീറ്റ് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഇടതുമുന്നണിക്ക് കിട്ടാവുന്ന 2 സീറ്റിൽ ഒരെണ്ണത്തിന് CPIയും മറ്റൊരെണ്ണത്തിന് കേരള കോൺഗ്രസ് എമ്മുമാണ് അവകാശവാദം ഉന്നയിച്ചത്. ഇതിപ്പോൾ വലിയ തോതിൽ ഇടതുമുന്നണിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. CPIക്ക് എന്ത് സംഭവിച്ചാലും ഒരു സീറ്റ് കൊടുത്തേ മതിയാകൂ എന്ന ഒരു ആവശ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. മറ്റുള്ള ഒരു സീറ്റ് ആർക്ക് കൊടുക്കുമെന്ന കാര്യത്തിലാണ് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. CPM എടുക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു ഒരു സീറ്റ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ CPIയുടെ സീറ്റും തുലാസിലാകുമെന്ന് വേണം കരുതാൻ. അങ്ങനെ വന്നപ്പോൾ ആകപ്പാടെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പാർട്ടി കടക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആകെയുള്ള ഒരു സീറ്റ് അത് CPIക്ക് കൊടുക്കുമോ, കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കുമോ, RJDക്ക് കൊടുക്കുമോ, അതോ NCPക്ക് കൊടുക്കുമോ എന്ന സംശയം മാത്രമാണ്. 5 പാർട്ടികളും ആകെ 2 സീറ്റും, അതിലൊന്ന് CPMന് ഉറപ്പിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ CPM ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. അതൊരിക്കലും സാധ്യമായ കാര്യവുമല്ല. CPIയുടെ വിലപേശൽ മറികടന്നുകൊണ്ട് കേരള കോൺഗ്രസ് എം കടന്നു വരുമോ എന്ന കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. അത് വളരെ പ്രയാസകരമായ ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ LDF വിജയസാധ്യത കൽപ്പിക്കുന്ന 2 മണ്ഡലങ്ങളിലും മത്സരിച്ചത് CPI സ്ഥാനാർത്ഥികളാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. കേരള കോൺഗ്രസ് UDF പോകാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹവും ഈ സാഹചര്യത്തിൽ തന്നെ ശക്തമാകുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ സ്വീകരിക്കാൻ തയ്യാറെന്ന ഒരു നിലപാട് തന്നെയാണ് കോൺഗ്രസിൻ്റെ മുഖപത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വേണം വിലയിരുത്താൻ. ഇത് മുതലെടുക്കാൻ കോൺഗ്രസിന്റെ പുതിയ നീക്കം അണിയറയിൽ നടക്കുന്നുവെന്ന സൂചനയുമുണ്ട്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് രാജ്യസഭാ സീറ്റ് എന്ന് പറയുന്നത് അവരുടെ നിലനിൽപ്പ് തന്നെയാണ്, നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കഴിഞ്ഞ 6 വർഷമായി പാർട്ടി ചെയർമാൻ കൂടിയായിട്ടുള്ള ജോസ് കെ മാണി ഈ സീറ്റിൽ നിന്നും നിലയുറപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അത് വിട്ടു പോരാനും കഴിയില്ല. ജോസ് കെ മാണിയുടെ കാലാവധി കഴിയുന്ന സാഹചര്യത്തിൽ ഒഴിവ് വരുന്ന ഈ സീറ്റിലേക്ക് അദ്ദേഹത്തെ തന്നെ പരിഗണിക്കണമെന്ന ശക്തമായ ആവശ്യം തന്നെയാണ് കേരള കോൺഗ്രസിനുമുള്ളത്. ഇതേ ആവശ്യം തന്നെയാണ് CPIക്കുമുള്ളത്. അങ്ങനെയാണ് സമ്മർദ്ദം ശക്തമാകുന്നത്. എന്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ഉടൻ തന്നെ LDF യോഗത്തിൽ ഈ പറഞ്ഞ 4 പാർട്ടികളും സീറ്റിന് വേണ്ടിയിട്ടുള്ള അവകാശവാദം ഉന്നയിച്ച് വലിയൊരു അടിയിലേക്ക് കടക്കുമെന്നാണ് നിലവിൽ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത്.
CPM നേതാവ് എളമരം കരീം, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി എന്നിവരുടെ കാലാവധിയാണ് അവസാനിക്കുന്നത്. ജൂലൈയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ 2 പേരെ LDF ജയിപ്പിക്കും. അതിൽ ഒരു സീറ്റ് CPM തന്നെ എടുക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ബാക്കിയുള്ള ഒരു സീറ്റിന് വേണ്ടിയിട്ടുള്ള തർക്കമാണ് മുറുകുന്നത്. ഇടതുമുന്നണിയുമായി രാജ്യസഭാ സീറ്റിന് അവകാശവാദം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മറുഭാഗത്ത് NCPയും. LDF യോഗത്തിൽ തന്നെ രാജ്യസഭാ സീറ്റിന്റെ ആവശ്യം മുന്നോട്ട് ചർച്ച ചെയ്യുമെന്നാണ് NCP നേതാവും അതുപോലെ മന്ത്രിയുമായുള്ള AK ശശീന്ദ്രനും പറഞ്ഞിരിക്കുന്നത്. മുന്നണിയിൽ ഏത് പാർട്ടിയെപ്പോലെയും NCPക്കും വലിയ പ്രാധാന്യമുണ്ട്, സീറ്റിനുള്ള അവകാശമുണ്ട്. അത് തടയാനായി കഴിയില്ല. ഇക്കാര്യം അടുത്ത യോഗത്തിൽ പ്രധാന വിഷയമായി തന്നെ ഉന്നയിക്കും. മുന്നണിയിൽ കൃത്യമായി ഇത് ചർച്ച ചെയ്ത് തീരുമാനം അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ശക്തിയുക്തം ഇതിനെക്കുറിച്ച് വാദിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സീറ്റ് കിട്ടിയാൽ PC ചാക്കോ ആയിരിക്കും മത്സരിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ സീറ്റിൽ ധാരണയായ ശേഷം മാത്രമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുന്നത്. NCP കൂടി ഇങ്ങനെ അവകാശവാദം ഉന്നയിച്ച് ശക്തമായി തന്നെ പോരാടുന്ന ഒരു സാഹചര്യത്തിൽ ഇടതുമുന്നണിയുടെ രാജ്യസഭാ സീറ്റ് എന്ന് പറയുന്നത് തുലാസിലായിരിക്കുന്നു, വലിയ കീറാമുട്ടിയായി മാറുന്നു.